തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പുലി പിടിയിൽ. മയക്കുവെടിവെച്ച ശേഷം പന്തല്ലൂർ അംബ്രോസ് വളവിന് സമീപത്ത് വെച്ചാണ് പുലിയെ പിടികൂടിയത്. പുലിയെ വനംവകുപ്പ് സ്ഥലത്ത് നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. മയക്കുവെടിവെച്ചത് വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘമാണ്. എം കമൽ വിവരങ്ങളുമായുണ്ട്. കമൽ, പുലിയെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. വനംവകുപ്പ് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയോ? അക്ഷയ, പുലിയെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്നത് സംബന്ധിച്ച് വനംവകുപ്പ് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ അംബ്രോസ് വളവിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി തേയിലത്തോട്ടത്തിനകത്ത് വെച്ചാണ് പുലിയെ ഉച്ചയ്ക്ക് 1:55 ആദ്യം മയക്കുവെടി വെച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതിനുശേഷം ഈ പുലി എവിടെയാണ് ഈ മയക്കുവെടി കൊണ്ട പുലിയെ പിന്നീട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അതിനുശേഷം രണ്ടാമതും മയക്കുവെടി വെച്ചാണ് പുലിയെ പിടികൂടിയത്. പുലിയെ വലയിലാക്കി പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. ഈ തമിഴ്നാട് വനംവകുപ്പിനെ സഹായിക്കാൻ വയനാട്ടിലെ ദൗത്യ സംഘവും എത്തിയിരുന്നു. അവരാണ് ഈ പുലിയെ പിടിക്കുന്നതിന് പ്രധാനമായും നേതൃത്വം നൽകിയത്. എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ഒരു 2.5 മാസക്കാലമായി ഈ പുലി ശല്യം, പുലി പലരെയും ആക്രമിച്ചിരുന്നു, പലർക്കും പരിക്കേറ്റിരുന്നു. മുമ്പ് ഇത് 2 പേരെ കൊലപ്പെടുത്തിയിരുന്നു. അത് ഇതേ പുലി തന്നെയാണോ എന്ന സ്ഥിരീകരണമില്ല. പക്ഷേ പുലിയുടെ ആക്രമണത്തിൽ 1 മാസം മുമ്പും ഒരാൾ മരിച്ചിരുന്നു. ഇന്നലെ ഈ 3 വയസ്സുള്ള പെൺകുട്ടി ബാലവാടിയിൽ നിന്ന് നടന്നു വരുമ്പോഴാണ് പുലി ആക്രമിച്ച് വലിച്ചു കൊണ്ടുപോയത്. ആ സംഭവത്തെ തുടർന്നാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. ഇന്നലെ തന്നെ നാട്ടുകാർ തെരുവിലിറങ്ങിയിരുന്നു. ഇന്ന് 2 താലൂക്കുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്നുണ്ട്. കാരണം ആളുകൾ പോലും സ്വീകരിക്കാതെയുള്ള പ്രതിഷേധം, വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. റോഡ് വരെ ഉപരോധിച്ചുകൊണ്ട് ആ പ്രതിഷേധം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണോ? പിന്തിരിയുമോ? ഇനി എന്താണ് പ്രദേശവാസികൾ പറയുന്നത് പുലിയെ പിടിച്ചൊരു സാഹചര്യത്തിൽ? അക്ഷയ, പുലിയെ പിടിച്ചത് ആശ്വാസകരം തന്നെ. പക്ഷേ പ്രദേശവാസികളിൽ ചിലരെങ്കിലും പറയുന്നത് ഈ പുലിയെ പിടിച്ചതായി ഞങ്ങൾക്ക് വിശ്വാസമില്ല, വനംവകുപ്പ് കള്ളം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നത്. പക്ഷേ പുലിയെ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. കൂടല്ലൂർ MLA പൊൻ ജയശീലൻ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. നീലഗിരി ജില്ലാ കലക്ടർ പന്തല്ലൂരിലേക്ക് എത്തിയിരുന്നു. പക്ഷേ വലിയൊരു സമര മുഖത്തേക്കായതുകൊണ്ട് തന്നെ കലക്ടർ ഈ ആളുകളോട് നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറായിരുന്നില്ല. അതിലും ഉച്ചയ്ക്കൊക്കെ പ്രതിഷേധം ഉയർന്നിരുന്നു. കൂടുതൽ മലയാളികളൊക്കെ തിങ്ങിപ്പാർക്കുന്ന തേയിലത്തോട്ടം മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതും തോട്ടത്തിലൂടെ കുട്ടികൾ പോകുന്നതും ഒക്കെ വളരെ അപകടകരമായ കാര്യമാണ്. ഈ പുലി സാന്നിധ്യമുള്ളപ്പോൾ അതിന്റെ പ്രതിഷേധമാണ് ഉയർന്നത്. എന്തായാലും പുലിയെ പിടിച്ചു എന്നത് വളരെ ആശ്വാസകരം തന്നെയാണ്. ഈ മേഖലയിൽ വന്യജീവികളുടെ സ്ഥിരം സാന്നിധ്യമുള്ള മേഖല കൂടിയാണ്. കാട്ടാനയാണെങ്കിലും പുലിയാണെങ്കിലും എല്ലാം നിരന്തരം ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. തോട്ടം തൊഴിലാളികളാണ് കൂടുതലും താമസിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഷേധമാണ് കണ്ടത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ആഹ്വാനം ചെയ്തിട്ടല്ല ആളുകൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആർക്കും ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഈ സമരം തീർക്കാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. രാവിലെ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും ചോദിച്ചത് ആരോട് ചർച്ച ചെയ്യും? ജനങ്ങൾ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. MLAക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ സാധ്യമായിരുന്നില്ല. അത്രയും ശക്തമായ പ്രതിഷേധമായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ റോട്ടിലിറങ്ങിയുള്ള പ്രതിഷേധമായിരുന്നു. പുലിയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതായിരുന്നു ആവശ്യം. എന്തായാലും ഈ മയക്കുവെടി വെച്ച് കൊല്ലണം, നരഭോജി പുലിയാണ്, ഒരു കുഞ്ഞിനെ കൊന്ന പുലിയാണ്. അതുകൊണ്ട് തന്നെ പുലിയെ കൊല്ലണം എന്നുള്ളതായിരുന്നു ഈ നാട്ടുകാരുടെയൊക്കെ ആവശ്യം. അത് നിലവിൽ അംഗീകരിക്കപ്പെടുന്നില്ല. അതായത് പുലിയെ മാറ്റുന്നു. അത് എങ്ങോട്ടാകാനുള്ള സാധ്യതയുണ്ട്? ഈ പ്രദേശം വനമേഖല തന്നെയാണല്ലോ. അപ്പോൾ അവിടെ എങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയാണ്? അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ സൂചനകൾ നമുക്ക് ലഭ്യമായി തുടങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു സാധ്യതകളൊക്കെ പറയാനാവും അതിൽ? ഗൂഡല്ലൂരിലെ DFO ഓഫീസിലേക്ക് പുലിയെ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തമിഴ്നാട് വനംവകുപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ഈ വനംവകുപ്പിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നതിൽ പ്രയാസമുണ്ട്. എന്തായാലും DFO ഓഫീസിലേക്ക് പുലിയെ കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. ചീഫ് കൺസർവേറ്റർ അതുപോലെ DFO ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് ഇന്നലെ മുതൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ പ്രതിഷേധം ഉയരുമ്പോഴും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്രമത്തിലേക്ക് ജനങ്ങൾ വഴിമാറിയില്ല എന്നാണ്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു കടുവ ഒരാളെ കൊന്ന സമയത്ത് ഈ തമിഴ്നാട്ടിലെ നീലഗിരി ഈ ഗൂഡല്ലൂർ താലൂക്കിൽ വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. പക്ഷേ ഇത്തവണ സമാധാനപരമായാണ് ജനങ്ങൾ സമരം ചെയ്തത്. പക്ഷേ അവർ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇന്ന് ഒരു പെട്ടിക്കട പോലും തുറക്കാത്ത സാഹചര്യമായിരുന്നു പന്തല്ലൂർ താലൂക്കിൽ. 2 താലൂക്കുകളിൽ ജനകീയ ഹർത്താലാണ്. വ്യാപാരി വ്യവസായി സംഘടനയും അതിന് പിന്തുണയുമായി രംഗത്തിറങ്ങി. അതോടുകൂടി പൂർണ്ണമായും ഒരു ബന്ദിന്റെ അവസ്ഥയായിരുന്നു. ഈ ഉപ്പട്ടി എന്ന സ്ഥലത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളൊക്കെ കുത്തിയിരുന്ന് സമരം ചെയ്തത്. അവർ അവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് രാവിലെ മുതൽ കുത്തിയിരിക്കുകയായിരുന്നു. പുലിയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഇപ്പോഴും ഈ തർക്കം ആളുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തുടരുന്നുണ്ട്. പക്ഷേ കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ജനപ്രതിനിധികൾക്കൊക്കെ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലിയെ സ്ഥലത്തു നിന്ന് മാറ്റി എന്നുള്ളത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നീലഗിരി ജില്ലയിൽ വന്യമൃഗശല്യം വളരെ രൂക്ഷമായ ഒരു പ്രദേശമാണ്. നിരന്തരം
ജനങ്ങളും വന്യമൃഗങ്ങളും സംഘർഷത്തിലേർപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളൊക്കെ. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന, കേരളത്തിലെ മലപ്പുറം, വയനാട് ജില്ലകളോട് ചേർന്ന് കിടക്കുന്ന മലയാളികളൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അത്തരം ഒരു സ്ഥലത്താണ് ഈ പ്രശ്നമുള്ളത്. നിരവധി തവണ ഇത്തരത്തിൽ ആളുകളെ കടുവയും പുലിയും ആക്രമിക്കുന്നതും കരടിയുടെ ആക്രമണവും ഒക്കെ ഇവിടെ പതിവാണ്. എന്തായാലും ഇന്നലെ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി ജാർഖണ്ഡ് സ്വദേശികളായ തോട്ടം തൊഴിലാളികളുടെ മകളാണ്. അവരും ഈ സമരമുഖത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട്. അത്തരത്തിൽ വളരെ വൈകാരികമായ സമരങ്ങളാണ് പന്തല്ലൂരിൽ അരങ്ങേറിയത്. എന്തായാലും ഈ പുലിയെ, പെൺകുട്ടിയെ ആക്രമിച്ച് 24 മണിക്കൂറിനുള്ളിൽ പുലിയെ പിടികൂടാൻ കഴിഞ്ഞത് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ഇനി ജനങ്ങളെ അക്കാര്യം ബോധ്യപ്പെടുത്തേണ്ട ഒരു ദൗത്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എന്തായാലും അതെ, കമൽ സൂചിപ്പിച്ച പോലെ തന്നെ 24 മണിക്കൂറുമായിട്ടുള്ള അതിനു മുൻപ് തന്നെ ഈ പുലിയെ പിടികൂടാനായി എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ പ്രദേശത്താകെ വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ഈ നമ്മൾ സാധാരണത്തെ പോലെയല്ല, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന തരത്തിൽ വരെ ഈ വന്യമൃഗശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അതിലൊക്കെ ഒരു പരിഹാരം, ഒരു പക്ഷേ നാട്ടുകാരുടെ സമരം ഇവിടെ തീരുന്നുണ്ടാകില്ല, അവരുടെ ആവശ്യങ്ങൾ ഇനിയും ശേഷിക്കുകയാകുമല്ലോ അല്ലേ കമൽ? സംസാരിക്കുന്നവരെല്ലാം അതാണ് പറയുന്നത്. ഇത് ഒരു തവണ കൊണ്ട് തീരുന്നില്ല. ഇപ്പോഴൊരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പുലിയെ പെട്ടെന്ന് പിടികൂടുകയും അത്തരം നടപടികൾ ഉണ്ടായി. കളക്ടറും MLA ഉൾപ്പെടെയുള്ളവർ എത്തി. പക്ഷേ മറ്റ് ദിവസങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കുമ്പോൾ ആരുടെയും സാന്നിധ്യം ഉണ്ടാകാറില്ല. പലപ്പോഴും ജനങ്ങൾ അനാഥത്വം ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ആരും സഹായിക്കാൻ വരാറില്ല. നിരവധി ഭൂമി പ്രശ്നങ്ങളടക്കം നേരിടുന്ന ഒരു മേഖലയാണ് ഈ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വ്യവഹാരങ്ങൾ നടക്കുന്ന മേഖലയാണ്. ആളുകൾക്ക് വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് ഈ പന്തല്ലൂർ, ഗൂഡല്ലൂർ താലൂക്കുകൾ. പ്രത്യേകിച്ച് മലയാളി കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഭീതി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങളാണ്, വലിയ വലിയ എസ്റ്റേറ്റുകളാണ്. അതിനകത്തുകൂടി തൊഴിലാളികൾക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട്, കുട്ടികൾക്ക് സ്കൂളിലും ബാലവാടിയിലും പോകേണ്ടതുണ്ട്. ആ സമയത്തൊക്കെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വലിയ ഭീതി ജനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വയനാട്ടിൽ നിന്ന് പോകുന്ന വഴിക്കൊക്കെ കാട്ടാനകൾ നിരന്തര സാന്നിധ്യമാണ്. മെയിൻ റോഡിലടക്കം, കോഴിക്കോട് ഗൂഡല്ലൂർ സംസ്ഥാന പാതയിലടക്കം അത്തരത്തിൽ നിരന്തരം വന്യമൃഗങ്ങളുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു ജനതയാണ്. അവരുടെ രോഷമാണ് ഇത്തരത്തിൽ അണപൊട്ടി ഒഴുകിയത്. തീർച്ചയായും ജനരോഷം അണപൊട്ടി ഒഴുകിയതോടെ നിവൃത്തിയില്ലാതെ തന്നെ വനംവകുപ്പിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പുലിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ പന്തല്ലൂരുകാർക്ക് ആശ്വാസമാകുന്നില്ല. അവിടെ ഇനിയും ഈ വന്യമൃഗശല്യം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ശേഷിക്കുകയാണ്. അതിലൊക്കെ പരിഹാരം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ പുലിയെ പിടികൂടി എന്ന് പറഞ്ഞിട്ടും അതിന്റെ പുലിയെ കാണിക്കാത്തത് കൊണ്ട് അത് വിശ്വസിക്കാൻ പോലും തയ്യാറാകാതെ ജനം അവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. M. കമൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.